ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ ഇൻകം ടാക്സിൻ്റെ കേരള PSC ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഈസ് പ്ലാനിംഗ് ടു ഫയൽ ഹിസ് ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2023-24 ഓൺ 10/7/2024. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ ടാക്സ് റിട്ടേൺ ഫിനാൻഷ്യൽ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചാൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ: പ്രീവിയസ് ഇയർ ഈസ് 2022-23 ആൻഡ് അസസ്മെൻറ്റ് ഇയർ 2023-24. ഓപ്ഷൻ ബി: പ്രീവിയസ് ഇയർ 2023-24 ആൻഡ് അസസ്മെൻറ്റ് ഇയർ 2024-25 and the previous year 2022-23 and assessment year 2024-25. And option D: previous year and assessment year is 2023-24. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പ്രീവിയസ് ഇയർ 23-24 അസസ്മെൻറ്റ് ഇയർ 24-25 എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്? പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഇൻകം അസസ് ചെയ്യുന്ന ഇയറാണ്. ഏത് വർഷത്തെയാണോ അസസ് ചെയ്യുന്നത് അതിനെയാണ് പ്രീവിയസ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്നാണോ അസസ് ചെയ്യുന്നത് അതിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ ഫിനാൻഷ്യൽ ഇയർ, പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, ഈ 3 ഇയറും ഏതാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഇയർ സ്റ്റാർട്ടിങ് ഓൺ 1st April ആൻഡ് എൻഡിങ് ഓൺ 31st March. 1st April സ്റ്റാർട്ട് ചെയ്ത് 31st March മാർച്ചിൽ എൻഡ് ചെയ്യുന്ന ഏതൊരു ഇയറിനെ എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെയായിരിക്കും നമ്മുടെ പ്രീവിയസ് ഇയറും. കാരണം എന്താണ്, ആ ഫിനാൻഷ്യൽ ഇയറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീവിയസ് ഇയർ, ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഈസ് ഏൺഡ്. നമ്മൾ ഏത് ഇയറിലാണോ ഇൻകം ഏൺ ചെയ്തത്, അതായത് നമുക്ക് ഇൻകം വന്ന ഇയർ ഏതാണോ അതിനെയാണ് എന്താ പ്രീവിയസ് ഇയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകം ടാക്സിൽ പ്രീവിയസ് ഇയർ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് സെക്ഷൻ 3 ആണ്. അപ്പം ഇൻകം ഏൺ ചെയ്ത ഇയറിനെയാണ്, ഏൺ ചെയ്ത ഫിനാൻഷ്യൽ ഇയറിനെയാണ് എന്ത് പ്രീവിയസ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാലോ, അസസ്മെൻറ്റ് ഇയർ ഈസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് അസസ്ഡ് ടു ടാക്സ്. ഇൻകം ടാക്സ് റേറ്റ് അസസ് ചെയ്യുക, ആ പർട്ടിക്കുലർ ഇൻകത്തിന് എത്ര ടാക്സ് ഉണ്ട് എന്ന് അസസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിനെയാണെന്ത് അസസ്മെൻറ്റ് ഇയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻകം ടാക്സിൽ അസസ്മെൻറ്റ് ഇയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 29 എന്ന സെക്ഷന്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എളുപ്പമാണല്ലോ. ഇവിടെ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ ബി, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2023-24 ആണ്. കാരണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറാണ് 23-24 തന്നെയാണ്. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ, ആ പർട്ടിക്കുലർ ഇയർ ഇൻകത്തിൻ്റെ അസസ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് നെക്സ്റ്റ് ഇയർ ആയിരിക്കും, 24-25 സോ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ആ ഇയർ തന്നെയായിരിക്കും പ്രീവിയസ് ഇയർ ആയിട്ട് വരുന്നത്. നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഹാവിങ് എ സാലറി ഇൻകം ഓഫ് 10 lakh ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഓഫ് 50,000. എലിജിബിൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈസ് 50,000 ആൻഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഈസ് 1,50,000. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ബേസ്ഡ് ഓൺ ദ എബോവ് ഡാറ്റ? ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റയിൽ താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? സാലറി ഇൻകം തന്നിട്ടുണ്ട് 10 lakh, അതർ സോഴ്സിൻ്റെ ഇൻകം തന്നിട്ടുണ്ട് 50,000, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതായത് സാലറിയിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 50,000, 50,000 പറയുന്നുണ്ട്. അതേപോലെ 80Cയിലൊരു ഡിഡക്ഷനും അയാൾക്കുണ്ട്, പർട്ടിക്കുലർ 1,50,000. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് 10 lakh, ഗ്രോസ് ടോട്ടൽ ഇൻകം ഈസ് 10,50,000, ടോട്ടൽ ഇൻകം ഈസ് 8,50,000, അതേപോലെ ടോട്ടൽ ഇൻകം ഈസ് 10,50,000. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഉത്തരത്തിലോട്ട് വരാം. ഇവിടെ നോക്കാം, സാലറി തന്നിട്ടുണ്ടല്ലേ, സാലറി 10 lakh ആണ്. സാലറിയിൽ നിന്ന് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. ഡിഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ്? ഡിഡക്ഷൻ എത്രയാണ്? 50,000 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതർ സോഴ്സ് എത്രയാണ്? അതർ സോഴ്സിൽ കിട്ടിയിട്ടുള്ള ഇൻകം 50,000 ആണ്. അങ്ങനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്കറിയാലോ 10 lakh തന്നെയായിരിക്കും. കാരണം സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കുറച്ച് അത് അതർ സോഴ്സ് എല്ലാ ഹെഡുകളുടെയും ടോട്ടലിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്.
അപ്പോൾ സാലറിയിൽ തന്നെ സാലറീൻ്റെ ഹെഡിൽ തന്നെ എന്താണ് ആ 50,000 ഡിഡക്ഷൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് അതിനോട് കൂടി അതായിരിക്കും സാലറീൻ്റെ ടോട്ടൽ എന്ന് പറയും. അതിനോടുകൂടി അതർ സോഴ്സും കൂടെ കൂട്ടിയാൽ അതിനെയാണ് എന്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയും 10 lakh ആയിരിക്കും. ഈ ഗ്രോസ് ടോട്ടലിൽ നിന്നാണ് എന്ത് ഡിഡക്ഷൻസ്, അതായത് 80C to 80U ഡിഡക്ഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. ആ ഡിഡക്ഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 1,50,000 ആണ്. അപ്പം 10 lakh നിന്ന് 1,50,000 കുറച്ചാൽ ടോട്ടൽ ഇൻകം എത്രയായിരിക്കും 8,50,000 ആയിരിക്കും. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 10 lakh എന്നും ടോട്ടൽ ഇൻകം 8,50,000 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ നോക്കുക, ഓപ്ഷൻ 1 കറക്റ്റ് അല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 10 lakh ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഗ്രോസ് ടോട്ടൽ ഇൻകം 10,50,000 തന്നെ ഓട്ടോമാറ്റിക് നമുക്കറിയാം അത് തെറ്റാണ്, നമുക്ക് കിട്ടിയിട്ടില്ല. തേർഡ് വൺ ടോട്ടൽ ഇൻകം എത്രയാണ് 8,50,000, അത് നമുക്ക് കിട്ടിയതാണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം കറക്റ്റാണ്. അത് പറയുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ എ എന്ന്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അസസ്മെൻറ്റ് ഇയർ 25-26 മുതൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താണ് സാലറിയുടെ ഇൻഡിവിജ്വലിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നിന്ന് 75,000 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇനിയുള്ള ആ ഒരു അസസ്മെൻറ്റ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡിഡക്ഷൻ മാറ്റി ചിന്തിക്കുക. അത് 75,000 ആണ് ഇപ്പോൾ ഒന്ന് ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സംപ്റ്റഡ് ഇൻകം? ഒരു എക്സംപ്റ്റഡ് ഇൻകം അല്ലാത്തത് ഏതാ എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ എ ഇൻകം ഫ്രം അഗ്രികൾച്ചർ, ഓപ്ഷൻ ബി ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ റിട്ടയറിംഗ് എംപ്ലോയി, ഓപ്ഷൻ സി സം അഷ്വേർഡ് റിസീവ്ഡ് ഫ്രം എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഓപ്ഷൻ ഡി ബോണസ് റിസീവ്ഡ് ബൈ എംപ്ലോയീസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബോണസ് റിസീവ്ഡ് ബൈ എംപ്ലോയീസ് ആണ്. അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകം അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് വഴി ഒന്ന് നോക്കാം. ഓപ്ഷൻ എ പറയുന്ന ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണ്. ഓപ്ഷൻ ബി ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ റിട്ടയറിംഗ് എംപ്ലോയീസ്. നോർമലി ഗ്രാറ്റുവിറ്റി 2 കാറ്റഗറിയാണ്. എംപ്ലോയീസ്, അതായത് ഗവൺമെൻറ് എംപ്ലോയീസും അതർ എംപ്ലോയീസാണ്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ഗ്രാറ്റുവിറ്റിയാണ് നോർമലി എക്സംപ്റ്റഡ് ആയി വരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി. അപ്പോൾ ഗ്രാറ്റുവിറ്റി റിസീവ് ബൈ റിട്ടയറിംഗ് എംപ്ലോയീസ് എക്സംപ്റ്റഡ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്നാൽ പ്രൈവറ്റ് എംപ്ലോയീസിന് ടാക്സബിളും ആണ്. ദെൻ സം അഷ്വേർഡ് റിസീവ്ഡ് ഫ്രം എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന സം അഷ്വേർഡ് ഇല്ല, അതായത് എൻ്റെ ടോട്ടൽ എമൗണ്ട് ഇൻഷുറൻസ് ആയി കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് നമുക്ക് എക്സംപ്റ്റഡ് ആണ്, പക്ഷേ അതിൻ്റെ പ്രീമിയം ടാക്സബിളും ആയിരിക്കും. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബോണസ് റിസീവ്ഡ് ബൈ എംപ്ലോയീസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റിഗാർഡ്സ് ടു ദ റിഡക്ഷൻസ് അണ്ടർ ദ ഓൾഡ് റെജീം ഓഫ് ഇൻകം ടാക്സ്? അപ്പോൾ ഓൾഡ് റെജീം ഓഫ് ഇൻകം ടാക്സിൽ തെറ്റായത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് മാക്സിമം എമൗണ്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഫോർ ആൻ ഇൻഡിവിജ്വൽ അസസി ഈസ് 2 lakh. ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺസിന് മാക്സിമം അലൗഡ് ആയ ഡിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അസസിക്ക് മാക്സിമം എത്രയാണ് അലൗഡ് ആയ ഡിഡക്ഷൻ 2 lakh ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാക്സിമം എമൗണ്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഈസ് 1,50,000. അണ്ടർ 80C ഡിഡക്ഷൻ 80Cയിൽ മാക്സിമം കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് 1,50,000 ആണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വോളണ്ടറി കോൺട്രിബ്യൂഷൻ ടു NPS അപ് ടു 1 lakh ആർ ഡിഡക്റ്റബിൾ അണ്ടർ 80CCD1B. അതായത് 80CCD1Bയിൽ മാക്സിമം അലൗബിളായ ഡിഡക്ഷൻ എന്ന് പറയുന്ന 1 lakh ആണ്. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. ഓപ്ഷൻ എ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ബി പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഇൻകറക്റ്റ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കുക, അവിടെ തന്നിരിക്കുന്നത് എന്താണ്? വോളണ്ടറി കോൺട്രിബ്യൂഷൻ ടു NPS അപ് ടു 1 lakh ആർ ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 80CCD1Bയിൽ 80CCD1B പ്രകാരം മാക്സിമം NPS കോൺട്രിബ്യൂഷൻ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള 1 lakh എന്നാണ്. ആക്ച്വലി അത് 1 lakh അല്ല, ആ എമൗണ്ട് 50,000 എന്നാണ്. ആ 50,000 ആണെന്നെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആയേന്. അപ്പം തെറ്റായത് ഏതാണ്? തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ വിത്ത് റെസ്പെക്ട് ടു ഡയറക്റ്റ് ടാക്സ് ഇൻ ഇന്ത്യ. ഡയറക്റ്റ് ടാക്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ദ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് ഈസ് എൻട്രസ്റ്റഡ് ടു ദി CBDT. ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് ഈസ് എൻട്രസ്റ്റഡ് ടു ദി CBDT. CBDT ആണ് ഡയറക്റ്റ് ടാക്സിൻ്റെ കളക്ഷനും ലെവിയുമായിട്ടുള്ള ഫോർമോസ്റ്റ് ബോഡി എന്നാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദ റേറ്റ് ആൻഡ് സ്ലാബ് ഓഫ് ഇൻകം ടാക്സ് വിൽ ബി ഫിക്സഡ് ആൻഡ് അമെൻഡഡ് ആസ് പെർ ദി ഫിനാൻസ് ആക്ട്. അതായത് ഇൻകം ടാക്സിൻ്റെ സ്ലാബും അല്ലെങ്കിൽ ഇൻകം ടാക്സ് റേറ്റുകളും ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ ഫിക്സ് ചെയ്യും, അത് അമെൻഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 3 പറയുന്നത് പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സേഷൻ ഈസ് ഫോളോഡ് ഫോർ ദി ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഫോളോ ചെയ്യുന്നത് പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സേഷൻ ആണ് എന്നാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ 1971. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 and 4 ആർ ട്രൂ. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് 1, 3 and 4 ആർ ട്രൂ. Option C, statements 2, 3rd and 4 are true. Option D, statement 1, 2 and 3 are true. ഇവിടെ നോക്കാം, ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ആർ ട്രൂ എന്നാണ്. നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. ഇവിടെ പറയുന്നത് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് ഈസ് എൻട്രസ്റ്റഡ് ടു ദി CBDT. ഡയറക്റ്റ് ടാക്സിൻ്റെ ഫോർമോസ്റ്റ് ലെവിയും കളക്ഷനും ചെയ്യുന്നതിൻ്റെ ബോഡി, അൾട്ടിമേറ്റ് ബോഡി എന്ന് CBDT ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആണ് എന്നാണ്. അത് റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, അത് ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആരാണ് ഡീൽ ചെയ്യുന്നത്? ഇൻഡയറക്റ്റ് ഫോർമോസ്റ്റ് ബോഡി ഏതാണ്? CBIC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ്. നോക്കാം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ദ റേറ്റ് ആൻഡ് സ്ലാബ് ഓഫ് ഇൻകം ടാക്സ് വിൽ ബി ഫിക്സഡ് ആൻഡ് അമെൻഡ്മെൻറ്റ് ആസ് പെർ ദി ഫിനാൻസ് ആക്ട്. കറക്റ്റാണ്. കാരണം ഓരോ ഫിനാൻഷ്യൽ ഇയറിലും അല്ലെങ്കിൽ ഫിനാൻസ് ആക്ട് പാസ് ചെയ്യുക, ബഡ്ജറ്റിൽ ഫിനാൻസ് ആക്ട് പാസ് ചെയ്യുന്ന സമയത്താണെന്ത് ഓരോ ഇയറിലെയും ഇൻകം ടാക്സിൻ്റെ സ്ലാബ് ഇത്രയാണെന്നും അല്ലെങ്കിൽ ഇൻകം ടാക്സ് റേറ്റ് ഇത്രയാണെന്നും ഫിക്സ് ചെയ്യുന്നത്. അത് റൈറ്റ് ആൻസറാണ്. ഫിനാൻസ് ആക്ട് പാസ് ചെയ്യുമ്പോഴാണ്, അല്ലാതെ ഇൻകം ടാക്സ് റൂൾ വെച്ചിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പോൾ അത് റൈറ്റ് ആൻസറാണ്. നെക്സ്റ്റ് നോക്കാം, പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സേഷൻ ഈസ് ഫോളോഡ് ഫോർ ദി ഇൻകം ടാക്സ്. ഇൻകം ടാക്സിന് പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സേഷനാണ് ഫോളോ ചെയ്യുന്നത്. റൈറ്റ് ആൻസറാണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ടാക്സ് എന്താണ്? പ്രോഗ്രസീവ് സിസ്റ്റമാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? റിഗ്രസീവ് ടാക്സ് സിസ്റ്റമാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം ടാക്സ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1971. അത് റോങ് ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തത് 1961. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് എന്ത് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.